അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ വാഴയിലയിൽ ഒരു മീൻ പൊള്ളിക്കാനായിട്ട് പോവുകയാണ്. വാഴയില പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, എങ്കിൽ തന്നെയും അതിൽ വെച്ച് പൊള്ളിക്കാനായിട്ട് പോവുകയാണ്. കുറേ ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഇങ്ങനെയൊന്ന് പൊള്ളിക്കണമെന്ന്. അത് ഇന്നാണ് അതൊന്ന് നടപ്പിലാക്കാൻ പറ്റിയത്. ഇതിങ്ങനെ കെട്ടി വെക്കണമായിരുന്നു, പക്ഷേ എങ്കിൽ നോക്കട്ടെ നൂലെടുത്തിട്ട് കെട്ടി വെക്കാൻ പറ്റുമോയെന്ന്. അപ്പം നമ്മളുടെ തവ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ഇരുമ്പ് ചീനിച്ചട്ടി പോലുള്ള തവയാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കാമേ. എന്നിട്ട് നമ്മളുടെ കെട്ടി വെച്ചിരിക്കുന്ന, ഞാനതൊന്ന് വാഴയില കൊണ്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ചെറിയ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വേവിക്കാം. അപ്പോൾ അത് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ഇന്ന് ഈ ആഗോലി മീനാണ് മേടിച്ചത്. അപ്പം ഇതൊന്ന് കറി വയ്ക്കാം. അപ്പോൾ ഞാൻ ആ മീൻ കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മുടെ കടുകിട്ടിട്ടുണ്ട്. നമ്മളുടെ കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടുവാണ്. ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടാമേ. കറിവേപ്പില ഉണങ്ങിയതാണ്. അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അരിഞ്ഞതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇനി ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഇലയിൽ പൊതിഞ്ഞ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചത് ഇതാ ഈ രീതിയിലായിട്ടുണ്ട്. ഞാൻ അടപ്പെടുന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് പിന്നെയും അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ പൊടികളൊക്കെ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് ഇതായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്തതാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇടുവാണ്. അതിനുശേഷം അത് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമ്മളുടെ മുളക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ മീൻകറി തോട്ടുപുളി അതിലേക്ക് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുളക് പൊടികളും എല്ലാമായിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണ തെളിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അതിലേക്ക് ഞാൻ ഒരു ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശകലം കുറച്ച്. ഇനി ഇതിരുന്ന് തിളച്ച് അതിൻ്റെ എണ്ണ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ മീൻ കറിയുടെ ഇതൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. മീൻ വേകാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം വേണം. ഇപ്പോൾ നമ്മളുടെ കറി അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് അത് പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇലയിൽ പൊതിഞ്ഞ മീൻ ഫ്രൈ ആക്കാൻ വെച്ചത് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ ലുക്ക്.
അതിനെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നന്നായിട്ട് നമ്മുടെ ഇലയിൽ പൊതിഞ്ഞ അയലമീൻ ആയിട്ടുണ്ട്. ഇനിയും ചോറ് മുമ്പ് കാണിക്കാമേ. അപ്പോൾ നമ്മളുടെ മീൻകറി ഇതുപോലെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേശം നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറും മീൻകറിയും അതിൻ്റെ കുറച്ച് ചാറും കൂടി മുകളിലേക്ക് ഒഴിക്കാമേ. കുറച്ച് ചാറും കൂടി മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊള്ളിച്ചെടുത്ത മീനാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ അവസ്ഥ. നോക്കട്ടെ, കഴിച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളി. അപ്പം നിങ്ങളൊക്കെ ആഹാരം കഴിച്ചോ? സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബൈ.